ചേട്ടാ, നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ കുറച്ച് റീൽസ് കാണാൻ സാധിക്കും. ഉം. അത് കൂടുതലായും കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ബോധവൽക്കരണം അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന ഉം. രീതിയിലൊക്കെയുള്ള വീഡിയോകളാണ് അതിൽ ഉം. കൂടുതലും. ഈ കൗമാരക്കാർക്കിടയിൽ അവരുടെ ഒരു പ്രിയപ്പെട്ട സാറായിട്ടാണ് ഇപ്പോൾ മമ്പാട് ഫിലിപ്പ് ഇല്ലെങ്കിൽ ഫിലിപ്പ് മമ്പാട് കുറച്ച് കാലങ്ങളായിട്ട് മാറിയിരുന്നത്. ഇപ്പോൾ ഇതാ 16-കാരിയായ ഒരു പെൺകുട്ടിയെ, അതും മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയെ ഉം. പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഉം. അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഉം. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഈ പീഡന പരാതികൾക്ക് രണ്ട് പുറമുള്ള കാലഘട്ടമാണ്. ഉം. പെട്ടെന്നൊരാളെ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ജയിലറകളുടെ ഉള്ളിൽ കയറ്റാനോ പെട്ടെന്ന് സാധിക്കുന്ന ഒരു മാർഗം ഇയാൾക്കെതിരെ ഒരു പീഡന പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ഉം. അത്തരത്തിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് പുരുഷന്മാർക്കെതിരെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള പ്രവണത ഉം. കണ്ടുവരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമ്മൾ പറയുന്നില്ല. കാരണം പോക്സോ എന്ന് പറയുന്ന ഗുരുതരമായ ഒരു വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 16 വയസ്സുകാരിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ ഉം. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടുള്ള ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ കുറ്റാരോപണമാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നതും തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ഉം. ഇദ്ദേഹം കഴിഞ്ഞ കുറേയേറെ നാളുകളായി നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിലൊക്കെ സജീവമായിട്ടുള്ള ഒരു മുഖമാണ്. വളരെ ജനപ്രിയനാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കൗമാരക്കാരുടെ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ അവതരണമൊക്കെ. അതുകൊണ്ട് തന്നെ വളരെയധികം ജനപ്രിയത അദ്ദേഹം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നേടിയെടുത്തു. ഉം. ഇദ്ദേഹം പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എനിക്ക് തോന്നുന്നു മഞ്ചേരി ട്രാഫിക്കിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഭൂതകാലത്തെക്കുറിച്ച് ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത വെറുതെയല്ല ഭാര്യ എന്നൊരു റിയാലിറ്റി ഷോ ഉം. ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ തൻ്റെ ഒരു ഭൂതകാലം, ലഹരിയുടെ അടിമയായിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഫിലിപ്പ് മമ്പാടിലേക്ക് എത്തിയ ഒരു യാത്രയെക്കുറിച്ചൊക്കെ വാചാലമാകുന്നു. ഉം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു പ്രണയ കുറിപ്പൊക്കെ എഴുതിയ ആ കുറിപ്പൊക്കെ നമ്മുടെ ആ പരിപാടിയിൽ അവതാരികയായിട്ടുള്ള ശ്വേതാ മേനോൻ വായിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വലിയ വൈറലായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇത്രയധികം വർദ്ധിച്ചതും. പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഏകദേശം 5,70,000 ഫോളോവേഴ്സോളം ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് എനിക്ക് ഉം. തോന്നുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 1,00,000 മുകളിൽ ഫോളോവേഴ്സുമുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരു സമൂഹത്തിൽ അത്രയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരാൾ ഉം. പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിലൊരു കേസിൽ പെടുക എന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അറിയാവുന്നവരെയൊക്കെ ഒരു സന്ദേഹത്തിലാക്കിയിരിക്കുകയാണ്. കാരണം നമ്മുടെ സാധാരണ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആരോപണം വിധേയനായ ഒരാളുടെ സോഷ്യൽ മീഡിയ ഫീഡിൽ കാണുന്ന തരത്തിലുള്ളൊരു അവഹേളനമോ തെറിയോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ ഫീഡിൽ കാണാനില്ല. പകരം ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ പോക്സോ പോലുള്ള നിയമം ഉം. ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഇര ആരോപിക്കപ്പെടുന്ന ആളുടെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന ആവശ്യമൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മോട്ടിവേഷൻ സ്പീക്കറാണ്. കൗമാരക്കാർക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഒക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ ഈ 16 വയസ്സുകാരിയായ കോഴിക്കോട് സ്വദേശിനിയെ ഇദ്ദേഹത്തിൻ്റെ പക്കൽ ഏൽപ്പിക്കുന്നു. സുരക്ഷിതമായ ഒരു പിതാവിന് സമമായ കരുതലോടെ ഇവളെ കാത്തു സൂക്ഷിക്കുമെന്ന ഉറപ്പിലാണ് ആ മാതാപിതാക്കൾ ഇയാളുടെ അടുക്കലേക്ക് ആ പെൺകുട്ടിയെ അയക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷനും ഒരു കൗൺസിലിങ്ങിലും ഒക്കെ ആ പെൺകുട്ടി അവളുടെ ആ മാനസിക വെല്ലുവിളി മറികടന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അവർ പ്രത്യാശിച്ചു. എന്നാൽ പിന്നീട് നടന്നത് ഈ പെൺകുട്ടിയെ ഈ കാഞ്ഞങ്ങാട് ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അത് 2022 എന്നും പറയുന്നുണ്ട്, 2025 എന്നും പറയുന്നുണ്ട്. ഇത് കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം പരാതി കൊടുത്തു. പിന്നീട് ഈ പെൺകുട്ടി മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് അറിയുന്നത്. ഇത് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ഉം. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയാണ് തുടർ നടപടികൾ ഉണ്ടായത്. ഇത് നമ്മൾ ഇതിൽ പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ പെട്ടെന്നൊരു ആരോപണം വരുമ്പോൾ ഇത് വിശ്വസിക്കാൻ ഇദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ തയ്യാറാകുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ധാരാളം അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഏതാനും നാളുകൾക്ക് മുമ്പ് 2024 തോന്നുന്നു, ഒരു ജോസഫ് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ഒരു വ്യക്തി, 75 വയസ്സുകാരനാണ്. ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്കൂളിലെ ഒരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് കൊടുക്കുന്നു. ഇയാൾ അപമര്യാദയായി പെരുമാറി ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു പരാതി. ഇദ്ദേഹത്തെ പിടികൂടി ഏകദേശം 285 ദിവസം, അതായത് 8.5 മാസത്തോളം തടവറയിൽ തള്ളി. ഉം. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയും മറ്റൊരു
കൗമാരക്കാരനും തമ്മിലൊരു പ്രണയമുണ്ടായിരുന്നു. ഈ പ്രണയം ഈ സെക്യൂരിറ്റിക്ക് അറിയാമായിരുന്നു. ഈ സെക്യൂരിറ്റി ഇത് പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിക്കുമെന്ന ഭയം മൂലം ഈ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരനായ 75 വയസ്സുകാരനായ ജോസഫിൻ്റെ പേരിൽ ഒരു വ്യാജ പീഡന പരാതി കൊടുത്തു എന്ന് പിന്നീടാണ് നിയമത്തിന് മുന്നിൽ തെളിയുന്നത്. ഇതോടെ അദ്ദേഹത്തിന് പോയത് എന്താണ്? 285 ദിവസം കാരാഗ്രഹവാസം, അതായത് 8.5 മാസത്തോളം ഒരു ജയിലറയ്ക്കുള്ളിൽ ചെയ്യാത്ത തെറ്റിന് കിടക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം തന്നെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 285 ദിവസം, അതായത് 8.5 മാസം ഞാൻ ജയിലിൽ കിടന്നു, എനിക്കിനി ആരെയും കുറ്റം പറയാനില്ല, അവൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, അതിനി ആരെയും ക്രൂശിക്കാനില്ല, പോലീസ് ഉദ്യോഗസ്ഥരെ പോലും തള്ളി പറയാനില്ല, എൻ്റെ കൂടെ എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ കുടുംബവും അതുപോലെ തന്നെ എന്നെ അടുത്തറിയാവുന്നവരുമാണ്, ഞാനൊരു സാമൂഹിക പ്രവർത്തകനാണ്. അതുകൊണ്ട് പിന്നീട് ഈ പെൺകുട്ടിയുടെ കാമുകനെ പ്രതിയായിക്കൊണ്ട് ആലപ്പുഴ നോർത്ത് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതാണ് ആ കേസിൽ ഉണ്ടായത്. എന്നാൽ ആ മനുഷ്യന് പറ്റിയതാകട്ടെ ഈ പീഡന കേസിലൊക്കെ പെട്ടു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റി നിർത്തപ്പെടൽ, അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, വളരെയധികം വേദന ഉണ്ടാക്കും. കാരണം ചെയ്യാത്തൊരു തെറ്റിന്, അതായത് ഒരു പീഡന കേസിന് ജയിലിൽ പോവുക എന്ന് പറയുന്നത് വളരെ നാണക്കേടാണ്. അതിനപ്പുറം ചെയ്യാത്ത തെറ്റാണെങ്കിൽ അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. മാനസിക ബുദ്ധിമുട്ടാണ്. അതെ. സമാനമായ മറ്റൊരു കാര്യം കൂടി പറയാം. 2014 ഓഗസ്റ്റ് മാസം നമ്മുടെ ഇടുക്കി ഗവൺമെൻറ് കോളേജിലെ ഒരു MA എക്കണോമിക്സ് പരീക്ഷ നടക്കുകയാണ്. ഈ പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്ന ഇൻവിജിലേറ്ററിൻ്റെ പേരാണ് ആനന്ദ് വിശ്വനാഥൻ. ഇദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. ഇദ്ദേഹത്തെ ആ ഹാളിൽ അവിചാരിതമായിട്ട് 5 കുട്ടികൾ, ഇദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ തന്നെയാണ്, ഇവർ കോപ്പി അടിക്കുന്നത് ഇയാൾ കണ്ടുപിടിച്ചു. ഇദ്ദേഹം ഇത് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിന് കിട്ടിയതാകട്ടെ, ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന 5ഓളം വിദ്യാർത്ഥിനികൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പീഡന പരാതി കൊടുത്തു. ഏകദേശം 4ഓളം കേസുകളാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഇദ്ദേഹത്തെ 2 കേസിൽ കുറ്റവിമുക്തനാക്കുകയും 2 കേസിൽ ഇദ്ദേഹത്തെ 3 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അത് 3 വർഷത്തോളം ഇദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം തൻ്റെ നിരപരാധിത്വം വെളിവാക്കാൻ വേണ്ടി ഇദ്ദേഹം കടുത്ത നിയമ പോരാട്ടം നടത്തി. നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഞെട്ടിപ്പിക്കുന്ന കുറേ വസ്തുതകൾ പുറത്തു വന്നത്. അതിൽ പ്രധാനപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ ഒരു പകപോക്കലിന് വിധേയനാക്കി. കാരണം SFI അനുഭാവമുള്ള വിദ്യാർത്ഥികൾ CPMൻ്റെ മൂന്നാർ പാർട്ടി ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടത്തി ഇത്തരത്തിൽ തൻ്റെ അധ്യാപകനെ ഇത്തരത്തിലൊരു ലൈംഗിക പീഡന കേസിൽ പ്രതിയാക്കാൻ വേണ്ടി ആസൂത്രണം നടത്തി. ആ ഗൂഢാലോചനയൊക്കെ പിന്നീട് മാധ്യമങ്ങളിലൂടെ ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ 3 വർഷത്തോളം, ഏകദേശം 11 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 3 വർഷത്തോളം ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഒരു അധ്യാപകൻ താൻ തെറ്റുകാരനല്ല എന്ന് സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടി വന്നത്. അതൊരു എന്താ പറയുക, അത് ഒരു മനുഷ്യൻ്റെ ഗതികേടാണ്. കാരണം ചെയ്യാത്ത തെറ്റിന് ഇത്രയധികം താൻ ഒരു ഗുരുതുല്യനാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ട ഒരു മനുഷ്യൻ ഇത്തരത്തിലൊരു കർമ്മം, ഇത്തരത്തിലൊരു കൃത്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ആ മനുഷ്യൻ അതുവരെ ചെയ്ത ആ തൊഴിലോടുള്ള ഒരു അവഹേളനം കൂടിയായി മാറുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഏകദേശം ഡൽഹിയിലെ ഗ്യാങ് റേപ്പ് കേസിന് ശേഷമാണ് രാജ്യത്ത് ഇത്തരത്തിലുള്ള ലൈംഗിക പീഡന പരാതികൾ കുന്നുകൂടിയത്. അതിനുശേഷം ധാരാളം, ഏകദേശം പകുതിയിൽ കവിഞ്ഞ് വർധനവാണ് ഈ പീഡന കേസുകളിൽ ഉണ്ടായതിൽ. 2022 കണക്കുകൾ പ്രകാരം രാജസ്ഥാനിൽ മാത്രം ഏകദേശം 45% വ്യാജ പീഡന പരാതികൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ പ്രതിയാക്കപ്പെടുന്നവർക്ക് ഒരു ജയിൽവാസം അല്ലെങ്കിൽ റിമാൻഡിൽ പോകുന്നു. പിന്നീട് അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയായി മാറുകയാണ്. ഇത്തരത്തിൽ ഇടുക്കിയിൽ തന്നെ ഒരു യുവാവ് മരപ്പണിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിന് അയൽവാസി കൊണ്ടുപോയൊരു പീഡന പരാതി കൊടുത്തു. പീഡന പരാതിയുടെ പുറത്ത് ഇദ്ദേഹം 45 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്ന് ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, ഇദ്ദേഹം ഈ പറയപ്പെടുന്ന പീഡനം നടത്തി എന്ന് പറയപ്പെടുന്ന സമയത്ത് മറ്റൊരിടത്ത് ഇദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുകയായിരുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അറിയാവുന്ന വസ്തുതയാണ്. 45 ദിവസത്തോളം ജയിലിൽ കിടന്നു. നിരപരാധിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇദ്ദേഹം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ ഏകദേശം 117 പേര് ഒപ്പിട്ടൊരു ഹർജിയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. എന്തായാലും ഫിലിപ്പ് മമ്മാട് ഇത്തരത്തിലൊരു കേസിൽ പ്രതിയായി എന്നത് ഇദ്ദേഹത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇരയോടൊപ്പവും നമ്മൾ നിന്ന് സംസാരിക്കേണ്ടതുണ്ട്. കാരണം പോക്സോ എന്ന് പറയുന്നത്, അതിന് മുൻപുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്കൊരു സംരക്ഷണമായി മാറുന്ന കാലഘട്ടത്തിലാണ് 2012 പ്രൊട്ടക്ഷൻ ഓഫ് പോക്സോ എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വരുന്നതും ഇത്തരക്കാർക്ക് കർശനമായ നിയമ പരിരക്ഷ, നിയമ സംവിധാനത്തിലൂടെ ശിക്ഷ നേടിക്കൊടുക്കുന്ന ഒരു സംവിധാനവും ഉണ്ടായത്. ഇത്തരത്തിൽ സാധാരണയായിട്ട് ഇങ്ങനെ ലൈംഗികാതിക്രമം നടക്കുന്ന ഒരു കുട്ടിയുടെ 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുടെ ദേഹത്ത് മോശമായ പെരുമാറ്റത്തോടെ സ്പർശിച്ചാൽ, ലൈംഗികാവയവത്തിലൊക്കെ സ്പർശിച്ചാൽ ഏകദേശം 3 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതിനുശേഷം
ഇത് 12 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്, അങ്ങനെ സ്പർശിച്ചത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്, ആ കുട്ടിയുമായി രക്തബന്ധമുള്ള ഒരാളാണെങ്കിൽ ഇത് 7 വർഷം വരെ നീണ്ടു നിൽക്കാം, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ തടവോ വധശിക്ഷയോ അടക്കം ലഭിക്കാവുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ പോക്സോ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഫിലിപ്പ് മമ്പാടിൻ്റെ കേസിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിയമം തെളിയിക്കട്ടെ. അഥവാ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമം അനുശാസിക്കുന്ന ശിക്ഷകൾ ഇദ്ദേഹത്തിനും കൊടുക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത്. ശരി.